അവന്റെ പേര് കൊത്തി സജാദ്. ഒരു പാഷാണത്തിൽ ക്രിമിയാണ് എന്റെ ആശാനെ. ഒരു കഴിവില്ല. എന്നാലും അവനാണ് ഏറ്റവും വലിയ കഴിവ് വരുന്ന അവന്റെ വിചാരം. അത് ഞാൻ ശരിയാക്കി കൊടുക്കാം. മങ്കൈ മാങ്കൻ. അത് കൊള്ളാം. എന്നാലൊരു ഊളക്കാൻ മറ്റിടാം. ഈ ചണ്ണക്കാലിനെ ഈ പെണ്ണിനെ സെറ്റാക്കി കൊടുത്ത ഡയറക്ടർക്ക് നടുവിരൽ നമസ്കാരം. ഞാൻ പടത്തിനെ പോയിട്ടില്ലേ, കമന്റ് മാത്രം ഇട്ടിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് പോയേ. ഞാൻ മൂഞ്ചി ചെത്തിട്ടേ എന്റെ 30 രൂപയുടെ ഷെഡ് കയറിയിരിക്കുന്ന സമയത്ത് എനിക്കൊരു ജോലി തന്നെ വ്യക്തിയാണ് ആള്. ഞങ്ങൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് അറിയാം. അതിന്റെ ഇടയിൽ എന്തിനാ സജാദൊക്കെ കൊണ പറയാൻ വരുന്നത്? ആ ഞാൻ തന്റെ കൊണ കേട്ടിട്ട് അയാളുടെ ഒപ്പമുള്ള ജോലി വിട്ടിട്ട് തന്റെ കൂടെ വന്ന താൻ എനിക്ക് പണി തരുമോ? അപ്പൊ പിന്നെ ഞാൻ പണിക്ക് പോകണ്ടല്ലേ? കമന്റ് ആരോടും അപ്പൊ സ്വയമായിട്ട് അറിയാം ഒരു കഴിവില്ലാത്ത കഴിവറിയാന്ന്. പിന്നെ എന്തിനീ കൊണക്കാൻ നിക്കണേ? നിന്റെ നല്ലനുണ്ട് ഞാൻ ഈ പറയണേ. നിന്നെ ഈ സജാദിന് ഇഷ്ടാ, പക്ഷെ എനിക്ക് അവന് ഇഷ്ടമല്ല. അവൻ ഡെയിലി പണിക്ക് പോണ്ടേ. പിന്നെ കഴിവിന്റെ കേസ് നീ പറയല്ലേ? ഈ അഭിപ്രായം പറയാനാണ് ഒരു കഴിവ്. എന്നെ കമന്റ്സിനെ മില്യൺസ് ലൈക്ക്. പിന്നെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. 4 ലൈക്ക് 8 നോക്കൂ. എടാ കൊത്തി സജാദ്, ഞാൻ ഇത് എന്തിനാ ഇവനെ കൊണ്ട് പറയിച്ചതെന്ന് എനിക്കറിയും. ഞാൻ വളരെയധികം താഴ്ന്ന ലെവലിൽ നിന്നാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഇവനൊന്നും ഞാൻ എന്റെ ചിറകിന്റെ അടിയിൽ ഞാൻ വെച്ചിട്ടില്ല. ഇവ എന്റെ കൂടെ നിൽക്കുന്നത് ഇവന് ഗുണമുള്ളതാനുണ്ടാ. എനിക്ക് കഴിവുണ്ടെങ്കിൽ ഇവനെ വെച്ച് നീ എന്നെയൊക്കെ നന്നായി വർണ്ണം ചെയ്യടാ. എന്തിനു ഞാനൊന്നും മുള്ള ഈ കൊണല്ല പണി. ഞാൻ ചാന്റെ തെറ്റാ. ഇപ്പൊ എന്റെ പെണ്ണിന്റെ അടുത്തും പറയുന്നത് ഇവന്റെ കാര്യം നോക്കിയപ്പോരെ. അതെ ആ ഊക്ക് വാങ്ങി സജാദേതാ. ആ കല്ലിന്റെ മുകളിൽ ഒരു മഞ്ഞ പൂജ വിളിച്ചിരിക്കുന്നുണ്ട്. ആയിരിക്കും ആ കാലന്റെ കഴിവേറിയ. അതന്നെ സാധനം. ആരെങ്കിലും ഉപദേശിണ്ടാവും. താടിക്കിട്ട് തട്ടാണ്ടിരുന്നാ മതി. കിട്ടി. നിനക്കറിയില്ലല്ലോടാ പന്നി. എമ്പുരാന്റെ ഡ്രാഗൺ ആരാണെന്നാണോ കമന്റ്? പടം കാണാത്ത കാരണം അത് മാത്രം ഇട്ടത്. പടം കണ്ടിരുന്നുണ്ടെങ്കിലാ ക്ലൈമാക്സ് ആട്ടാനെ. അതാണ് ഈ സജാദ്.